സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ കരയാതെ മോളെ. അന്ന് എന്താ ഉണ്ടായെന്നൊന്ന് പറഞ്ഞേ. അച്ഛനെയും കൊണ്ട് നിങ്ങൾ എല്ലാരും ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ മുറിയിലേക്ക് വന്നു. ഇതാ ചേച്ചി സംഭവിച്ച. ആ വന്നയാളെ പിന്നീട് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാ അയാളുടെ ഉദ്ദേശം എന്തായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. നീയും അവന്തികേടത്തെയും ഒരുമിച്ച് ഗർഭിണിയായപ്പോ നിങ്ങൾ ഒരാളെ പ്രസവിക്കുമെന്നും അത് ആതിരയാവില്ല എന്നും അവരെന്നെ വെല്ലുവിളിച്ചിരുന്നു. അയ്യോ, അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആതിരയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അവന്തിക ആരെയോ കൊണ്ടുവന്നു. അതവസാനം അവന്തികയ്ക്ക് തന്നെ പണിയായി. അതല്ലേ അർച്ചന ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാ നടന്നതും. ശ്ശോ. അച്ഛൻ അവരെ ഇൻസുലിൻ കുത്തിവെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛന് വയ്യാണ്ടായി. എല്ലാവരെയും ആശുപത്രിയിലേക്ക് തന്ത്രപരമായിട്ട് മാറ്റി. എന്നിട്ട് ആതിരെ ഉപദ്രവിക്കാൻ ആളെ കൊണ്ടുവന്നു. അവന്തികയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിൽ എനിക്ക് കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ആ വിഷമം ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ കാണിക്കുന്നതില് ഇതുപോലെയുള്ള തിരിച്ചടികൾ കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എടുത്തി, അവര് ചിന്തിക്കും പോലെ നമ്മൾ ചിന്തിച്ച പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അവള് ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മളും ചിന്തിക്കണം. പറ്റുമെങ്കിൽ അതിന് മേലെ ചിന്തിക്കണം. ദേ, ഈ നിൽക്കുന്ന ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്താവുമായിരുന്നു അവന്തികയുടെ സ്ഥിതി? പടക്കം പൊട്ടിച്ച് ആഘോഷിക്കില്ലായിരുന്നു. ഈശ്വരാധീനം കൊണ്ട് ഒന്നും ഉണ്ടായില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളും അവളെപ്പോലെ തന്നെ ചിന്തിക്കണമെന്ന്. ഇവിടുത്തെ സേതു അങ്കിളിനെ കൊല്ലാൻ നോക്കി. ഇവളുടെ കുഞ്ഞിനെ വരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇനിയും അവളോട് കരുണ കാണിക്കുന്നതേ മരണത്തെ വിളിച്ച് കയറ്റുന്നതിന് തുല്യം. അനൂപേട്ടനെ കള്ളനാക്കാൻ നോക്കിയതും എന്നെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയതടക്കം എല്ലാത്തിനും അവളോട് ഞാൻ പകരം ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾ അവളോട് വേണമെങ്കിൽ ക്ഷമിച്ചോ. ഈ മീരയ്ക്ക് അതൊരിക്കലും പറ്റില്ല. ഒരിക്കലും. അച്ഛാ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട മോളെ. നീ ഓഫീസിൽ പോകുന്നില്ലേ ഇന്ന്? ഞാൻ കുറച്ചു ദിവസം പോകുന്നില്ല അച്ഛാ. അവന്തിക ആശുപത്രിയിലായതുകൊണ്ട് നന്ദൻ എന്തായാലും പോകാൻ പറ്റില്ല. അതിന്റെ കൂടെ നീയും സന്ദീപും കൂടി ഓഫീസിൽ പോകാതിരുന്ന അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ താളം തെറ്റും. എന്റെയും ഈ വീടിന്റെയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മെല്ലെ മാറിക്കോളും. നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ ഓഫീസിൽ പോയി നിങ്ങളുടെ ജോലി ചെയ്യണം. ഞാനും സച്ചേനോട് പറഞ്ഞു അതേപറ്റി. ഹോസ്പിറ്റലിൽ ഏട്ടത്തിയുടെ കൂടെ അനഘയുണ്ട്. അച്ഛനെ നോക്കാൻ ഞാനും സ്നേഹ ഇവിടെ ഉണ്ടല്ലോ. എന്നെ അങ്ങനെ നോക്കാൻ മാത്രം എനിക്ക് അസുഖമൊന്നുമില്ല. ശരീരത്തിന്റെ ബലക്കുറവ് മനസ്സിനെയും ബാധിച്ചു. ഒന്നും മനസ്സിലേൽക്കുന്നില്ല. കൂടുതൽ ചിന്തിക്കാനും പറ്റുന്നില്ല. നല്ല ഓർമ്മകളേക്കാൾ കൂടുതൽ വിഷമിക്കാനുള്ള കാര്യങ്ങളല്ലേ ഈശ്വരൻ തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇപ്പൊ തരുമെന്ന പ്രതീക്ഷ വന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം തട്ടിയെടുത്തോണ്ടങ്ങ് പോകും. അതുകൊണ്ട് ഒന്നിലും അമിതമായി പ്രതീക്ഷിക്കുകയോ അതിൽ സന്തോഷം കണ്ടെത്തുകയോ ചെയ്യരുത് എന്ന വലിയൊരു പാഠം പഠിച്ചാ ഞാനിപ്പോൾ ജീവിക്കുന്നത്.
നീ എവിടേക്കാ? അവന്തികയുടെ അടുത്തേക്കാണോ? അതെ അച്ഛാ, ഞാൻ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, എനിക്കും അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാ അങ്ങോട്ട് വരാതിരിക്കുന്നത്. അവളെ കണ്ട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അവൾക്ക് ആശ്വാസം കിട്ടുന്ന വാക്കുകളൊന്നും അവളെ കാണുമ്പോൾ എൻ്റെ നാവിൽ വരില്ല. പാവം, എന്തോരം ആഗ്രഹിച്ചു കാണും. അതുപോലെ നീയും. സന്താന ഭാഗ്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാ. എത്ര നിമിഷം കൊണ്ടാ ആ ഭാഗ്യം തെന്നി മാറിപ്പോയത്. ഇനിയിപ്പോ അത് പറഞ്ഞ് വിഷമിക്കാന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. നീയും അവളോട് ഇതേപ്പറ്റി അധികം സംസാരിക്കണ്ട. തകർന്നിരിക്കുന്ന അവളെ ഇനി നമ്മളും കൂടി വിഷമിപ്പിക്കരുത്. ശരി അച്ഛാ. ഇതാ നന്ദേട്ടാ, അവന്തികയ്ക്കും അനഘയ്ക്കും ഉച്ചയ്ക്കുള്ള ആഹാരം. വേണ്ടായിരുന്നു മീരെ, അവർ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുമായിരുന്നല്ലോ. 3 നേരം അവിടെ നിന്ന് കഴിക്കണ്ട. ഞാൻ അവർക്കൂടി കരുതിയ ചോറ് വെച്ചത്. ദാ നന്ദേട്ടൻ കൊണ്ടുപോ. ഞാനും കൂടി നന്ദേൻ്റെ കൂടെ ഒന്ന് പോയിട്ട് വരട്ടെ സച്ചേട്ടാ. എടുത്തിയെ എനിക്കൊന്ന് കാണാലോ. പോകണമെങ്കിൽ പോയിട്ട് വാ, ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. എന്നാ ഞാനും കൂടി വരാം നന്ദേട്ടാ. ആ. നന്ദേട്ട നിൽക്കുക, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ വരാം. ശരി. ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യമൊന്നും സന്ധ്യ പറഞ്ഞില്ലേ? 2 ദിവസത്തിനകമെന്നാ പറഞ്ഞത്. ഇന്നേലും അറിയാം. അവന്തിയെ തിരികെ വരട്ടെ. എന്നിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അവളുടെ അഭിപ്രായം കൂടി അറിയണം. ആ, എന്താ അച്ഛൻ്റെ മനസ്സിൽ? പറയാം. നിങ്ങളോട് പറയും മുമ്പ് ഞാൻ ഒന്നുകൂടി ആലോചിച്ച് സ്വയം ഒന്ന് ഉറപ്പിക്കട്ടെ. എന്നിട്ട് എല്ലാവരോടും അഭിപ്രായം ചോദിക്കാം. ഹായ്, ഞാൻ ഷാന. അല്ല, ഇനി മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അനഘയായി മാംഗല്യം സീരിയലിലൂടെ ഞാൻ വരികയാണ്. എല്ലാവരും കാണുമല്ലോ, പ്രോത്സാഹിപ്പിക്കുമല്ലോ. ഈ മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങണം. ചേച്ചി, ഞാൻ പോയത് മേടിച്ചിട്ട് വരാം. എന്താ വന്തികെ, എന്താ പറ്റിയത്? അച്ഛനെ അവളുടെ അനിയത്തിയും ചേർന്ന് മനഃപൂർവ്വം എന്നെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടതാ. നമ്മുടെ കുഞ്ഞ് ഇതിന്റെ പെയിനില് ഇനി ഞാൻ കരയില്ലെന്ന് അനഘയ്ക്ക് വാക്കുകൊടുത്തതാ. അതിനർത്ഥം അവന്തിക നെല്ലിശ്ശേരിക്കാരുടെ മുന്നിൽ തോറ്റുപോയെന്ന. അതുകൊണ്ട് ഞാൻ കരയില്ല. പണ്ടെന്റെ അച്ഛൻ, ഇപ്പോ നമ്മുടെ കുഞ്ഞ്. അങ്ങനെ എന്റെ എല്ലാ വേരുകളും നെല്ലിശ്ശേരിക്കാര്
അറുത്ത് മാറ്റുകയാണ് ധനുഷ്. അച്ഛനെ ചതിച്ച് ആത്മഹത്യയിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്പൊ എന്നെ തള്ളിയിട്ട് എന്റെ കുഞ്ഞിനെ. ഇനി ധനുഷ് പറയേ, ഇനി ഞാൻ അവരെ വെറുതെ വിടണോ? വേണ്ട. അവരുടെ ദ്രോഹത്തിൽ നഷ്ടമായത് എന്റെയും കൂടി കുഞ്ഞാ. എന്തുമാത്രം സ്വപ്നം കണ്ടതാ നമ്മള്. ആ സ്വപ്നങ്ങളൊക്കെ പകയായി മാറുമ്പോ അവിടെയുള്ള ഒന്നിനോടും ക്ഷമ വേണ്ട. നീ പറയ്, എന്തിനു നിന്റെ കൂടെ ഞാനുണ്ട്? എന്താ ചെയ്യേണ്ടത്? ഇല്ലാതാക്കണം. എണ്ണം പറഞ്ഞ് ഒന്നിനെ പോലും വെറുതെ വിടാതെ എല്ലാത്തിനെയും തീർക്കണം. ഇനിയൊരു പരമ്പര നെല്ലിശ്ശേരിയിൽ ഉണ്ടാവരുത്. നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും അതൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സിൽ. ഇപ്പോ ആ വാശിയും പകയും കുറെ കൂടി അത്രേ ഉള്ളൂ. ഞാനിനി തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലുമ്പോ മൂത്ത മകന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോർത്ത് സേതുമാധവനും പടകളും എന്റെ മുന്നിൽ വിഷമം അഭിനയിക്കും. അവർക്കറിയില്ലല്ലോ അവന്തികയുടെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞ് നന്ദന്റെ അല്ല ധനുഷിന്റെ ആണെന്ന്. ഇനി എന്നെങ്കിലും അവന്തിക പ്രസവിക്കുന്നതും ധനുഷിന്റെ കുഞ്ഞിനെ തന്നെയാവും. ആദ്യ അവന്തിക എന്ന എന്റെ മനസ്സിൽ, പിന്നെ നെല്ലിശ്ശേരി ഓഫീസിൽ. ഇനി നീ കയറേണ്ടത് കുടുംബത്തിലാ. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഓരോരുത്തരുടെ ഇടയിലേക്ക്. നീ വേഗം ഇവിടെ നിറങ്ങ. എന്നിട്ട് നമുക്ക് പലതും പ്ലാൻ ചെയ്യാനുണ്ട്. നിന്റെ കൂടെ ഇവിടെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയില്ലല്ലോ. ഇനി ഒരിക്കൽ പോലും നമുക്ക് നഷ്ടമായതിനെക്കുറിച്ച് നീ ഓർക്കരുത്. നന്ദേട്ടാ, ധനുഷ് എന്ന് പറയുന്ന ആളല്ലേ അത്? ധനുഷ്. ആ, നന്ദൻ സാറോ? സാറിന്റെ എവിടെ? അവന്തിക ഇവിടെ കിടക്കുന്നേ. ഓ, ആണോ? അതറിഞ്ഞില്ലല്ലോ. ധനുഷ് എന്താ ഇവിടെ? എൻ്റെ ഒരു റിലേറ്റീവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കാം. അപ്പോ വന്നൊന്ന് കണ്ടിട്ട് പോന്ന് കരുതി. ധനുഷിന് ഈ നാട്ടിൽ ബന്ധുക്കളുണ്ടല്ലേ? അങ്ങനെ അടുത്ത ബന്ധുവല്ല, അമ്മയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരു ബന്ധുവാ. ഓ, അല്ല, എങ്ങനെയുണ്ട് സർ അവന്തിക മാഡത്തിന്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അർച്ചന മാഡം എന്താ മിണ്ടാതെ നിൽക്കുന്നേ?
എന്നെ മനസ്സിലായില്ലേ? അന്ന് ഞാൻ വീട്ടിൽ വന്നായിരുന്നു സാറിന്റെ കൂടെ. മനസ്സിലായി. എന്തായാലും കണ്ടതല്ലേ? ധനുഷ് വാ, അവന്തിയെ ഒന്ന് കാണാം. അയ്യോ വേണ്ട സാർ, ഇപ്പോൾ സമയമില്ല, അതുകൊണ്ടാ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് മാഡത്തെ കണ്ടോളാം. മറ്റൊരു ദിവസം ആവട്ടെ. ഇയാളൊരു ഫേക്കാണെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അതോ ഇനി അതെൻ്റെ തോന്നലാണോ? അനക്കേ വേണ്ട. കള്ളം പറഞ്ഞ് ന്യായീകരിക്കാനാണെങ്കിൽ ചേച്ചി മെനക്കെടണമെന്നില്ല. നെല്ലിശ്ശേരിക്കാരെ മുഴുവൻ പറ്റിച്ചത് എനിക്ക് അറിയണ്ട, ഞാൻ ചോദിക്കുന്നുമില്ല. എന്നെ ഇത്രയും നാളും ചേച്ചി പറ്റിക്കല്ലായിരുന്നു. ഭർത്താവായിട്ടൊരാള്, കുഞ്ഞിന്റെ അച്ഛനായിട്ട് വേറൊരാള്. എന്റെ കൂടെപ്പിറപ്പ് ഇത്രയ്ക്കും അതപ്പതിച്ചു പോയല്ലോന്നാ ഞാൻ ആലോചിക്കുന്നത്. ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നൊരു സ്ത്രീയുടെ അവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലാവും. മറ്റൊരു ബന്ധത്തിലേക്ക് പോകരുതെന്ന് വിലക്കാനും ഞാൻ ആളല്ല. പക്ഷെ ഭർത്താവ് തിരികെ വന്നപ്പോഴെങ്കിലും ചേച്ചി ഒരു തീരുമാനം എടുക്കണമായിരുന്നു. ഒന്നുകിൽ രഹസ്യ ഭർത്താവിനെ ഉപേക്ഷിക്കണമായിരുന്നു, അല്ലെങ്കിൽ നന്ദനെ ഉപേക്ഷിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ 2 ഭർത്താക്കന്മാരും രണ്ടാമത്തെ ഭർത്താവിൽ ഒരു കൊച്ചും. നന്ദനെ നെല്ലിശ്ശേരിക്കാരെയും ചതിച്ചതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്റെ ചേച്ചി ഒരു 4-കിട പെണ്ണുങ്ങളുടെ സ്ഥിതിയിലേക്ക് താഴുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരുമാതിരി. നിർത്തടി. നീ എന്തേ പറഞ്ഞു വരുന്നേ? ഞാനൊരു ഭർത്താവില്ലാത്ത വിഷമത്തിൽ മറ്റൊരാളെ തിരക്കി പോയതോ എന്റെ ജീവിത ലക്ഷ്യം മറന്ന് ജീവിച്ചതോ അല്ല. ഞാൻ എന്ത് തന്നെ ചെയ്താലും അതെന്റെ ശത്രുക്കൾക്കെതിരെ മാത്രമായിരിക്കും. ഈ ധനുഷിന്റെ കാര്യം അങ്ങനെ തന്നെയാ. ചേച്ചി പറയുന്നതില് ഒരർത്ഥവുമില്ല. സേതുമാധവൻ ചതിച്ചു കൊന്നത് നമ്മുടെ അച്ഛനെയോ? അതിന് പകരം തീർക്കാനാണ് നമ്മൾ അവിടെ കഴിയുന്നതും. ശത്രുതയും പകരം വീട്ടലും എല്ലാം നമ്മുടെ സ്വകാര്യതയാണ്. അതിൽ പുറത്തു നിന്നൊരാളുടെ ആവശ്യം നമുക്കെന്തിനായിരുന്നു? ചേച്ചി ഇപ്പോ ആ വന്നു പോയവന്റെ ഭാര്യയായി കഴിഞ്ഞു, എല്ലാ അർത്ഥത്തിലും. തിരികെ അയാളും അങ്ങനെയാണെന്ന് ചേച്ചിക്ക് എങ്ങനെ ഓർപ്പിക്കാൻ പറ്റും? നെല്ലിശ്ശേരി പോലൊരു വീട്, സ്വത്തുക്കൾ, ഇതൊക്കെ കണ്ടിട്ടാണ് അവൻ ചേച്ചിയുടെ പിന്നാലെ വന്നതെങ്കിൽ ഇങ്ങനെയുള്ളവന്മാര് ആവശ്യം കഴിയുമ്പോ കറിവേപ്പില പോലെ വലിച്ചെറിയാറാ പതിവ്. അവസാനം വന്നവനും ഉള്ളവനും പോയിട്ട് ചേച്ചി ഒറ്റയ്ക്കാവും. നോക്കിക്കോ. ഇപ്പൊ ഇങ്ങനെ അബോർട്ടഡ് ആയില്ലായിരുന്നെങ്കിൽ കുറെ നാള് കഴിയുമ്പോ ഒരു മകളോ മകനോ മാത്രമേ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. നമ്മുടെ അച്ഛനും കാണില്ല, അച്ഛനോട് ക്രൂരത കാണിച്ചവരോടുള്ള പ്രതികാരവും കാണില്ല. അതെ, ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ? നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ക്രൂരതയെക്കുറിച്ചും പ്രതികാരത്തെക്കുറിച്ചും ഒക്കെ ആണല്ലോ. അല്ല, ഇവിടെ ആകുമ്പോൾ നല്ല സൗകര്യമുണ്ടല്ലേ? വീട്ടിലുള്ള വേറെ ആരും കേൾക്കുന്നുള്ള പേടിയും വേണ്ടല്ലോ. നിങ്ങളിങ്ങനെ ഗൂഢാലോചനകൾ നടത്തും തോറും അതിനുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണല്ലോ ഇപ്പൊ ആശുപത്രി വരെ എത്തിയത്.
എന്തായാലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതല്ലേ, വിശപ്പ് തോന്നുന്നുണ്ടാവും. അർച്ചനെ, കൊണ്ടുവന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കും. എനിക്ക് വേണ്ട. ഇത്രയൊക്കെ ചെയ്തതും പോരാഞ്ഞിട്ട് ഇനി വിഷം കൂടി തരണമായിരിക്കും. നിന്നെയൊക്കെ വിശ്വസിച്ച് വല്ലതും വാങ്ങി കഴിക്കാൻ കൂടി പേടിയാ എനിക്ക്. എടീ, നിന്നെ കൊല്ലാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നീ അങ്ങനെ പേടിക്കുകയും വേണ്ട. നിന്നെ കൊല്ലുന്നതേ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചായിരിക്കും. അതിന് ഞാനാണോ മറ്റാരെങ്കിലും ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി.